എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? പൈത്തണിലെ ക്യാരക്ടർ സെറ്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവര് മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പൈത്തൺ പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പൈത്തണിലെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളിപ്പം ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓക്കെ, ഈ ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലായാലും അതിലെ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആൽഫബറ്റ്സ് വരുന്നുണ്ട്, അതായത് ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡ്, സ്മോൾ ലെറ്റർ എ ടു ഇസഡ് വരുന്നുണ്ട്. അതുപോലെ ഡിജിറ്റ്സിൽ 0 to 9 നമ്പേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ സിംബൽസ് ഉണ്ട്, വൈറ്റ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ ക്യാരക്ടർ സെറ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത് പറഞ്ഞാൽ ടോക്കൺ ആണ്. ടോക്കൺ എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എ പ്രോഗ്രാം, അതിനാണ് എന്ത് പറയുന്നത്, ടോക്കൺ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ സ്മോളസ്റ്റ് പാർട്ടിനെയും നമുക്ക് എന്ത് പറയാം, ഒരു ടോക്കൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ടോക്കണില് ടോക്കൺ എന്ന് പറയുമ്പോൾ ഇത് 5 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്ന കീവേഡ്സ് ആണ്, സെക്കൻഡ് വൺ പറയുന്ന ഐഡന്റിഫയേഴ്സ് ആണ്, തേർഡ് വൺ പറയുന്ന ലിറ്ററൽസ് ആണ്, പിന്നെ വരുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്, പിന്നെ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ കീവേഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഇതിനകത്തുള്ള റിസർവ്ഡ് വേർഡിനെയാണ് എന്ത് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിനകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ, നമ്മൾ വേറെ ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് ക്ലാസ് അല്ലെ, ഫൈനലി, പിന്നെ എന്താണ് ഇഫ്, വൈല് അല്ലെ, അങ്ങനെ കുറെ കീവേഡ്സ് നമ്മൾ ബ്രേക്ക്, കണ്ടിന്യൂ അല്ലെ, ഫോൾസ്, ട്രൂ എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്, കീവേഡ്സ് ആണ്. അതായത് ഇതിനകത്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള റിസർവ്ഡ് വേർഡ്സ് ആണ്, അതിനൊരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട്. ആ ഒരു പർപ്പസിന് മാത്രമേ നമുക്ക് ഈ വേർഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, കീവേഡ്സ് പറയുന്നത്. പിന്നെ സെക്കൻഡ് പറഞ്ഞിരുന്നത് നമ്മൾ എന്തായിരുന്നു, ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുമ്പം എന്താ വരുന്നത്, അതായത് നമുക്കിപ്പോ ഒരു മെമ്മറിയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ നെയിം ചെയ്യുന്നു അല്ലെ. അതുപോലെ ക്ലാസ് നെയിം കൊടുക്കാം, വേരിയബിൾ നെയിം കൊടുക്കാം, ഫംഗ്ഷൻ നെയിം കൊടുക്കാം, എന്ത് നെയിം ആയാലും അതിനെ എന്ത് പറയാം, കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ വരുന്നെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഈ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിനകത്ത് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം, അതുപോലെ നമ്പേഴ്സ് യൂസ് ചെയ്യാം അല്ലെ, പിന്നെ വരുന്ന എന്താണ്, അണ്ടർസ്കോർ ക്യാരക്ടർ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഡിജിറ്റ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കീവേഡ്സ് ഒന്നും തന്നെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ സ്പെഷ്യൽ സിംബിൾസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതായത് എക്സ്ക്ലമേഷൻ, @, പിന്നെ ഡോളർ, പെർസെന്റേജ്, പ്ലസ്, അങ്ങനെയുള്ള സ്പെഷ്യൽ സിംബിൾസ് വരുന്നുണ്ടല്ലോ, അതൊന്നും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന എന്താണ്, അണ്ടർസ്കോർ ക്യാരക്ടർ മാത്രമാണ് നമ്മൾ എന്താണ് സ്പെഷ്യൽ സിംബൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കോമയും ബ്ലാക്ക് സ്പേസും നമുക്ക് അവിടെ അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് അത് ക്യാപിറ്റൽ ലെറ്റർ ആയാലും സ്മോൾ ലെറ്റർ ആയാലും യൂസ് ചെയ്യാം, 0 to 9 നമ്പേഴ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വരുന്ന എന്താണ്, കീവേഡ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ, ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ സ്പെഷ്യൽ സിംബൽസ് ഒന്നും തന്നെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെന്താണ്, സ്പെഷ്യൽ സിംബലിന് യൂസ് ചെയ്യുന്ന ഒരേ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതാണ്, അണ്ടർസ്കോർ ക്യാരക്ടർ മാത്രമാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ കോമ, സ്പേസ് അതൊന്നും ഇവിടെ അലൗഡ് അല്ല. ഓക്കെ, അതാണ് ഐഡന്റിഫയറിന്റെ റൂള് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ലിറ്ററൽസ് ഉണ്ട്. ലിറ്ററൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ കോൺസ്റ്റന്റ് വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്, ലിറ്ററൽസ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് കോൺസ്റ്റൻസ് പറയുമ്പോൾ നമുക്കറിയാം വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനെയാണ് എന്ത് പറയുന്നത്, കോൺസ്റ്റൻസ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ലിറ്ററൽസ് പറയുന്നത്. ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതിൽ പറയുന്നത് ന്യൂമറിക് ആണ്. ന്യൂമറിക് ലിറ്ററൽ ഉണ്ട്, സ്ട്രിംഗ് ലിറ്ററൽ ഉണ്ട്, പിന്നെ ബോളിയൻ ഉണ്ട്, സ്പെഷ്യൽ ഉണ്ട്. പിന്നെ എന്താണ്, ഇതില് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്, പൈത്തണിൽ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് എന്താണ്, ലിറ്ററൽ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സിയിലോ C++ലോ ജാവയിലോ ഇങ്ങനെ ലിറ്ററൽ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂമറിക്കിൽ വരുന്നത് ഏതാണ്, ഇന്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇതും നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. C++, ജാവയിൽ അത് വരുന്നില്ല. ഓക്കെ, അതായത് കോംപ്ലക്സ് നമ്പർ നമ്മളിപ്പോ A+IB എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടോ നമുക്ക് ഇവിടെ ഇതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ന്യൂമറിക്കില് ഇന്റിജർ ഉണ്ട്, ഇന്റിജർ പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആണ്. ഫ്ലോട്ട് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ഡെസിമൽ വാല്യൂസ് കൂടെ വരും. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ A+IB എന്ന് പറയുന്നില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, കോംപ്ലക്സ് നമ്പർ പറയുന്നത്. ഇതില് സ്ട്രിംഗ് ലിറ്ററൽസ് ഉണ്ട്. സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, മോർ ദാൻ വൺ ക്യാരക്ടറിനെ നമുക്ക് ഒരു സെന്റൻസ് ആയിട്ടോ ഒക്കെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സ്ട്രിംഗ് ലിറ്ററൽസ് ആയിട്ട് കൊടുക്കാം. അതായത് 1 or more ക്യാരക്ടർ. ഓക്കെ, ഏത് ക്യാരക്ടറിനെയും നമുക്ക് ഇവിടെ സ്ട്രിംഗിൽ സ്റ്റോർ ചെയ്യാം. ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്യണം.
മറ്റെല്ലാ ലാംഗ്വേജിലും നമ്മൾ ഡബിൾ കോട്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സിംഗിൾ കോട്ട്സും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡബിൾ കോട്ട്സും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ബൂളിയൻ ടൈപ്പ് ആണ്. ബൂളിയൻ പറയുമ്പോൾ എന്താണ്? ബൂളിയൻ കോൺസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് വരുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ ട്രൂ ഓർ ഫോൾസ് വാല്യൂ മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ കണ്ടു ടിയും എഫും ക്യാപിറ്റലാണ്. അതുപോലെ ട്രൂവിന് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 1ഉം ഫോൾസിന് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0യും ആണ്. ഓക്കെ അല്ലേ? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലിറ്ററൽ ഉണ്ട്. സ്പെഷ്യൽ ലിറ്ററൽ മീൻസ് നൺ ആണ്. നൺ മീൻസ് എന്താണ്? നത്തിങ്. നമ്മൾ മറ്റേ വോയിഡ് എന്നൊക്കെ പറയില്ലേ, വോയിഡ് അല്ലെങ്കിൽ നൾ എന്നൊക്കെ പറയില്ല, അതാണ് എന്ത് പറയുന്നത്? നൺ പറയുന്നത്. ഓക്കെ, വോയിഡ് ആയിട്ട് നമ്മളിപ്പോ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കുന്നുണ്ട് അല്ലെ, അതിനകത്ത് എന്താ? ഡാറ്റ ഇല്ല അല്ലെ, റിട്ടേൺ വാല്യൂ ഇല്ല, അതിനെയാണ് എന്ത് പറയുന്നത്? നത്തിങ് പറയുന്നത് അല്ലെ, നത്തിങ്, അതാണ് നൺ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ലിറ്ററൽ കളക്ഷൻസ് വരുന്നുണ്ട്. ലിറ്ററൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 വാല്യൂവിനെ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാം. അങ്ങനെ കുറച്ച് ലിറ്ററൽ കളക്ഷൻസ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസിന്റെ ക്ലിപ്പാണ്. അപ്പൊ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തരുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കുന്നുണ്ട്. പക്ഷെ ഓൺലൈൻ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, എനിക്കതാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ തന്നെ അതിന്റെ ഡൗട്ട്സ് ക്ലിയറൻസും കൂടെ നമുക്ക് അവിടെ ചെയ്തു പോകാൻ സാധിക്കും. റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് അത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആർക്കായാലും ഓക്കെ, അത് ഇന്ന ഇതെന്ന് പറയുന്നില്ല. പിന്നെ ഏതാണ് ഡിഗ്രിക്കായാലും ബിടെക്കിനായാലും പിന്നെ BCA MCA അങ്ങനെയുള്ളവരുണ്ട്. പഠിക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊന്ന് റിഫ്രഷ് ചെയ്യണം, വീണ്ടും നമുക്ക് വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഇവിടെ നമ്മൾ ക്ലാസ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.